നിനക്കും മകൾക്കും എന്നെ കാണുന്നതേ അറപ്പാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്കങ്ങോട്ട് വെറുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടല്ലല്ലോ 5-8 വർഷം ഞാൻ അകത്ത് കിടന്നത്. ഒക്കെ ഓരോ നിമിത്തങ്ങളാ. പണ്ട് നിന്റെ ആ പഴയ കാമുകന്റെ പ്രേമലേഖനം നിന്റെ തന്തപ്പടിക്ക് കിട്ടിയതും, അതോടെ തീറ്റിപ്പോറ്റാൻ ത്രാണിയുള്ള ഒരുത്തിനെ അന്വേഷിച്ച് നാട് വിട്ടതും, അവിടെ വെച്ച് തളർവാദം പിടിപെട്ട ആ തന്തപ്പടി ഈ രഘുറാമിന്റെ പേഷ്യന്റ് ആയതും, ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഈ മകളെ നിറഞ്ഞ മനസ്സോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതും എല്ലാം നിമിത്തങ്ങളാ. ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിൽ കൊട്ടിയപ്പോ നീ ആവേശത്തോടെ വാതിൽ ഓർന്നത് ആ പഴയ കളിക്കൂട്ടുകാരനാണെന്ന് വിചാരിച്ചായിരിക്കും. ഇല്ലടി, അവൻ ഇനി ഈ പരിസരത്ത് വരില്ല. അതിനുള്ളൊരു ഡോസ് അവന്റെ തറവാട്ടി കറിച്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തൊരു നിപ്പ തള്ളേമോളും? ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. പണ്ടേ മറന്നതാ ഞാൻ ഈ മുഖം. കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കാൻ ഇനി കയറി വരരുത്. ഞാനും എന്റെ മോളും ഇത്ര മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതുണ്ടാവുമ്പോഴല്ലേ ഞാൻ നിനക്ക് ശല്യക്കാരനാവുക. എനിക്ക് വേണ്ടത് നിന്നെയാ. അതിനിതൊരു തടസ്സമാവുകയാണെങ്കിൽ കൊന്നു തള്ളും ഞാൻ. ഇതൊരു മുന്നറിയിപ്പാ. ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാനായിരിക്കും. കഴുത്തിൽ താലി കെട്ടിയവന്റെ അവകാശം അത്. അതിനെങ്ങാനും തടസ്സം നിന്നാ വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. ഓക്കേ? എനിക്ക് പേടിയാവണു. അച്ഛൻ നമ്മളെ കൊല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വീട് വേണം. അച്ഛൻ എന്നെ കൊല്ലും. ആരും ഒന്നും ചെയ്യില്ല. അവൻ അകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാമെന്നതാ. വാതിൽ തുറക്ക്. നിന്റെ ഭർത്താവ് എവിടെ? ഇവിടെ ഇല്ല, പോയി. ഞാൻ ഇങ്ങോട്ടെത്താൻ ഇത്തിരി വൈകി. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്റെ പെറ്റമ്മയുടെ കൂടപ്പിറപ്പുകളുടെ സന്തോഷ. ആ സന്തോഷം കെടുത്താൻ ഇനിയെങ്ങാനും അവനാ മുറ്റത്ത് കാലുകുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല. അത് അവനോട് പറഞ്ഞേക്കണം. ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. നീ എന്താ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്ന? തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുകയാണ് ചന്ദ്രട്ട. പെറ്റുമാനെ കണ്ടൊരു ഓർമ്മയുള്ള എനിക്ക്. കൂടപ്പിറപ്പുകളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോകുന്നത്. എന്നിട്ടിപ്പോ ഇവിടെയും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ അതിന് നല്ലത് അക്കരെ തന്നെയാ. എന്താടാ? അവരൊക്കെ പോയി ചന്ദ്രട്ട. പോവേ? സേതുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാണാൻ ഒരു വിഷമം. പോവായിരുന്നില്ലേ? കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയുന്ന മക്കളുടെ കൂടെ പോവായിരുന്നില്ലേ? ആർക്കും പോവാം. അങ്ങനെ ആരോ ഒരാളല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരമ്മയ്ക്കും പറയാനുള്ള ന്യായം അത്. ഒരു നോവിന്റെ ന്യായം. സകലത് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ
ഏത് നോവിന്റെ ന്യായമേ ഉള്ളത്? പോട്ടെ, എല്ലാരും പോട്ടെ. ചന്ദ്രേട്ടാ, ജോസോ വാ. എങ്ങനെയുണ്ട് അപ്പച്ചനെ? ആശുപത്രി തന്നെയാ, കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. നീ ഇരിക്കെ. ചന്ദ്രേട്ടാ, കാശ് എടുക്കാനാണെങ്കിൽ വേണ്ട. കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഇവിടെ ഒറ്റയ്ക്കായി പോയെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. കൂട്ടുകിടക്കാൻ വേണ്ടി വന്നാ ഞാൻ. ഒറ്റയ്ക്ക നമ്മള് ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. ഭാഷ അറിയില്ല, പോലീസിനെ പേടിക്കണം, കയ്യിലൊട്ട് കാശുമില്ല. 3-4 കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ടുകിടന്നിട്ടില്ലേ നീ? കൺമുമ്പില് പൊരി വെയില് കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയില്ലേ, ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. അപ്പൊ മനസ്സിൽ തെളിയ ഒരു പച്ചപ്പ്, ജന്മനാടിന്റെ പച്ചപ്പ്. പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും. അത് മതി സന്തോഷാവാൻ. പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നടാ? നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം മങ്ങിയ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാടാ ഉള്ളത്? ഒരു കണക്കിന് നമ്മളൊക്കെ വിട്ടുകളാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും, എന്നിട്ട് പെണ്ണിനെ കൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖമൊന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ. നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവുക? ഇത്തിരി പ്രഷർ, ഇത്തിരി ഷുഗർ, പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഖത്തുതാ ഇതുപോലൊരു ചാരുകസേര. പേടിയാവണടോ. എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അതാ ഞാനും പറയണേ. ചന്ദ്രേട്ടൻ ഒറ്റക്കാവാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? ഒരു പ്രശ്നമില്ല ചന്ദ്രേട്ടാ, ഒക്കെ നേരെയാവും.